കള്ളിമുൾച്ചെടിയിൽ നിന്നും എഞ്ചിനീയേഴ്സ് കടമെടുത്ത ഒരു ടെക്നോളജിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മരുഭൂമിയിലെ പ്രതികൂലമായ ഒരു സാഹചര്യത്തെ വളരെ സിമ്പിളായിട്ട് തരണം ചെയ്യുന്ന ഒരു ചെടിയാണ് കാക്ടസ് അഥവാ കള്ളിമുൾച്ചെടി. അതിൻ്റെ പ്രത്യേകത അതിൻ്റെ സർഫസിലുള്ള ടെക്സ്ചർ അന്തരീക്ഷത്തിലുള്ള വെള്ളത്തെ വലിച്ചെടുക്കും. ബിൽഡിങ്ങുകളുടെ മുകളിലുള്ള റൂഫിൻ്റെ മേലെ ഒരു ഹൈഗ്രോസ്കോപ്പിക് കോട്ടിംഗ് കൊടുക്കും, അഥവാ വെള്ളത്തെ അട്രാക്റ്റ് ചെയ്യുന്ന കോട്ടിങ്ങൾ. അതിനായി റൂഫിന് മുകളിൽ ജെല്ല്, സാൾട്ട്, പോളിമർ പോലുള്ള മെറ്റീരിയൽ കോട്ടിംഗായി ഉപയോഗിക്കുമ്പോൾ വെള്ളത്തിന് അട്രാക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ റൂഫിംഗ് സ്ട്രക്ചേഴ്സിന് വരും. അത് പിന്നീട് രാത്രി തണുപ്പിക്കുകയും ആ കണ്ടൻസ് ചെയ്തിട്ടുള്ള ആ വെള്ളം നമ്മൾ കാക്ടസ് പൈന് പോലുള്ളൊരു മെത്തേഡ് വഴി താഴോട്ട് എത്തിക്കുകയാണ് ചെയ്യുക. അത് വാട്ടർ ടാങ്ക് സ്റ്റോറേജിൽ നമുക്ക് പിന്നീട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ ഒരു മെത്തേഡിനെയാണ് പാസീവ് ഡ്യൂ കളക്ഷൻ മെത്തേഡ് എന്ന് പറയാം. അടുത്തത് ഫോഗ് ഹാർവെസ്റ്റിംഗ് മെത്തേഡ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ പോളിമറിന്റെ വളരെ ക്ലോസ്ലി പാക്ഡ് ആയിട്ടുള്ള നെറ്റാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുക. അത് ഫോഗ് വരുന്ന ആ ഒരു ഡയറക്ഷനിൽ പ്ലേസ് ചെയ്യും. ഫോഗിന്റെ ഡ്യൂസ് ഇത് കളക്ട് ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് ഇത് നൈറ്റിൽ കണ്ടൻസ് ചെയ്ത് ഈ വാട്ടർ സ്റ്റോർ ചെയ്യുന്നൊരു മെത്തേഡാണിത്. അടുത്തത് വളരെ ന്യൂതനമായൊരു മെത്തേഡാണ് ആക്റ്റീവ് അറ്റ്മോസ്ഫിയറിക് വാട്ടർ ജനറേഷൻ മെത്തേഡ് എന്ന് പറയും. അതിന് നമുക്ക് എക്സ്റ്റേണൽ പവർ ആവശ്യമാണ്. അതിനായിട്ട് ഡിസേർട്ടിൽ നമ്മൾ സോളാർ പ്ലാന്റ്സുകൾ സ്ഥാപിച്ചതിന് ശേഷം അതിൽ നിന്നുള്ള പവർ യൂസ് ചെയ്തിട്ടാണ് വാട്ടർ നമ്മൾ അബ്സോർബ് ചെയ്തെടുക്കുക അറ്റ്മോസ്ഫിയറിൽ. അതിൻ്റെ ഒരു പ്രത്യേകത ഈവൻ വളരെ ഡ്രൈ കണ്ടീഷനിൽ വരെ നമുക്ക് അതിൽ നിന്ന് വാട്ടർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രധാന എക്സാമ്പിളാണ് ആഫ്രിക്കയിലുള്ള വർക്ക വാട്ടർ ടവർ. ഇത് പല സ്ഥലങ്ങളിലായിട്ട് അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ വളരെ എഫക്റ്റീവായി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും നേച്ചർ സോൾവ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് പോസിബിൾ ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒക്കെ ഒരു പാഠം.